ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് സൈബർ അറ്റാക്കുകൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ വാട്സ്ആപ്പ് സേഫ് ആണോ, നമ്മൾ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പിലെ ഇനി പറയാൻ പോകുന്ന 7 സെറ്റിംഗ്സ് ഓൺ ആക്കി ഇടണം. നോക്കാം നമുക്ക്. നേരെ വാട്സ്ആപ്പ് സെറ്റിംഗ്സിലെ പ്രൈവസി എന്ന ഓപ്ഷനിൽ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അഡ്വാൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് 3 ഓപ്ഷൻസ് ഉണ്ടോ. ആ 3 ഓപ്ഷൻസിൽ അത് 3ഉം നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യും. നമ്മുടെ IP അഡ്രസ്സ് ഈ ഒരു സാധനം എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ IP അഡ്രസ്സ് കിട്ടുന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഓൺ ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാകുന്ന സ്കാംസ് ഇല്ലേ, അതിന് നമുക്ക് തടഞ്ഞ് ഒരു പരിധി വരെ ആ ഒരു അറ്റാക്ക് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. നാലാമത് ഇതേ പ്രൈവസിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ കോൾസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരും. ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് സൈലൻസ് അൺനോൺ കോൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്ത് വിടുക. അടുത്തത് സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ഓട്ടോ ഡൗൺലോഡിനകത്ത് ഈ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, ഇത് നെവർ എന്നാക്കി ഇടുക. കാരണം ഒരുപാട് സൈബർ അറ്റാക്കുകൾ, മാൽവെയറിൻ്റെ അറ്റാക്കുകളൊക്കെ നടക്കുന്നത് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് വഴിയാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് വാട്സ്ആപ്പ് സെറ്റിംഗ്സിനകത്ത് തന്നെ പ്രൈവസിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രൈവസി ചെക്കപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഏതൊക്കെയാണ് നമ്മുടെ പ്രൈവസി കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ വാട്സപ്പ് നമുക്ക് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഫേക്ക് മെസ്സേജുകൾ സ്പ്രെഡ് ആവുന്ന ഒരു സമയം കൂടിയാണ്. 2 ദിവസം മുമ്പേ എല്ലായിടത്തും വിമാനത്താവളങ്ങൾ അടച്ചു പറഞ്ഞിട്ട് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ചില വിമാനത്താവളങ്ങൾ മാത്രമേ അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകളുടെ സത്യാവസ്ഥ കൂടി മനസ്സിലാക്കി മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുക എന്നാണ് വിക്കിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനൊക്കെ ആയിട്ട് വിക്കിയെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ്.